എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ചാണ്. ഇനി വരുന്ന PSC പരീക്ഷകളിലെല്ലാം നമുക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നാണ്. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. 18 മീറ്ററാണ് ഇതിൻ്റെ ആഴം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖവും രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖവും വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1991 ഈ പദ്ധതിയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നത്. 2014 കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 2015 വിഴിഞ്ഞം തുറമുഖത്തിന് കരാർ ഒപ്പിട്ടത്. 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം തുറമുഖത്തിന് കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17 രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ശ്രീ പിണറായി വിജയനാണ്. അത് 2024 ജൂലൈ 12 ഇതോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. 40 വർഷത്തേക്കാണ് കരാറ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖ പദ്ധതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം. ഇനി വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കാണ്. നിയമസഭാ മണ്ഡലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോവളമാണ്. ഏതോ ഒരു എക്സാമിന് കോവളം MLAയുടെ പേര് ചോദിച്ചായിരുന്നു. അത് MLAയുടെ പേര് M. വിൻസെൻ്റ് എന്നാണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S. അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S. അയ്യരാണ്. CEO ശ്രീകുമാർ K. നായരാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് INTRV 01. എന്താണ് INTRV 01? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ചൈനയുടെ ഷെൻഹുവ 15. 2023 ഈ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയുടെ ഷെൻഹുവ 15. തൊട്ടടുത്ത വർഷം 2024 ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തി. അതിൻ്റെ പേര് സാൻ ഫെർണാണ്ടോ. 2024 ആദ്യത്തെ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നത്. അതിൻ്റെ പേര് സാൻ ഫെർണാണ്ടോ. ഇനി 2025 കപ്പലാണ് MSC തുർക്കി. 2025 കപ്പലാണ് MSC തുർക്കി. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറിന. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറിന. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആകെ ചെലവെന്ന് പറയുന്നത് 8,867 കോടി രൂപയാണ്. 8,867 കോടി. അതിൽ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 61.5%, 5,595 കോടി. കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 9.6%, അതായത് 818 കോടി. അദാനി ഗ്രൂപ്പ് 28.9%, 28.9% അദാനി ഗ്രൂപ്പിൻ്റെ കോൺട്രിബ്യൂഷൻ, അതായത് 2,454 കോടി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം 4 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്.
ഇപ്പോൾ 1-ാം ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ: വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യമായിട്ട് തറക്കല്ലിട്ട ഡേറ്റ് 2015 ഡിസംബർ 5. തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5. കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17. പിന്നെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. പിന്നെ ആദ്യ മദർഷിപ്പിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് 2024 ജൂലൈ 12. ആദ്യം എത്തിയ ചരക്ക് കപ്പൽ അത് സാൻ ഫെർണാണ്ടോ 2024. ആദ്യ കപ്പൽ എത്തുന്നത് 2023 അത് ഷെൻഹുവ 15 ചൈനയുടെ കപ്പലാണ്. 2025 കപ്പലാണ് MSC തുർക്കി. പിന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറിന. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.